LDFിന്റേത് തികഞ്ഞ വിജയ പ്രതീക്ഷ. ബിനോയ് വിഷയം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായ ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകത്തിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ കുടുംബത്തിന്റെ ആരോപണം തള്ളി കർണാടക പോലീസ്. കുട്ടിയെ അപായപ്പെടുത്തിയതാകാനുള്ള സാധ്യതയാണ് പോലീസ് തള്ളിയത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തി. ശ്രീനന്ദ കാല് തന്നെ വീണതോ അല്ലെങ്കിൽ സ്വമേധയാ ചാടിയതോ ആകാമെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവ സ്ഥലത്തെ സാഹചര്യങ്ങളും പരിശോധനകളും ഇതിന് പിന്തുണയാകുന്നതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ LDFിന് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്യം വ്യക്തമാക്കി. ജനങ്ങൾ LDFിന്റെ വിജയം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉയർന്ന പോളിംഗ് ശതമാനം UDFിന് അനുകൂലമാകുമെന്ന വാദങ്ങളെ ബിനോയ് വിശ്യം തള്ളി. പോളിംഗ് കൂടിയാൽ UDF ജയിക്കുമെന്നതൊക്കെ പഴയ കണക്കുകളാണെന്നും ഇന്നും സാഹചര്യം മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളം വേനൽ ചൂടിൽ വെന്തുരുകുമ്പോൾ നേരിയ ആശ്വാസമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. ആഴ്ചയിൽ 100 മണിക്കൂറിലധികം ജോലി ചെയ്യുന്നതിനെ തുടർന്നുണ്ടാകുന്ന ശാരീരിക ക്ഷീണവും മാനസിക ക്ലേശവും കാരണമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടർ സേതുലക്ഷ്മി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് പ്രതിസുത വരൻ. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കക്ഷിചേരൽ അപേക്ഷയിലാണ് സേതുലക്ഷ്മിയുടെ പ്രതിസുത വരനായ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി യദു കൃഷ്ണൻ സനിൽകുമാർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. റെസിഡൻസി പൂർത്തിയാകാതെ ഉപേക്ഷിക്കണമെങ്കിൽ 50 ലക്ഷം ബോണ്ടായി നൽകണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടെന്നും കക്ഷിചേരൽ അപേക്ഷയിൽ ആരോപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. പവന് 360 രൂപ ഉയർന്നു 1,12,080 രൂപയായി വർദ്ധിച്ചു. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 14,010 രൂപയുമായി. ഇന്നലെ രാവിലെ സ്വർണ്ണവില വർദ്ധിച്ചിരുന്നെങ്കിലും വൈകിട്ടോടെ തിരിച്ചു കുറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ആഗോള വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടമാണ് കേരളത്തിലെയും വിലയെ സ്വാധീനിക്കുന്നത്. അസമിയ പ്രതിദിന്റെ ലഖീംപൂർ ഓഫീസിന് നേരെ ആക്രമണം. 2026 ഏപ്രിൽ 10 പുലർച്ചെയായിരുന്നു ഓഫീസിന് നേരെ കല്ലേറുണ്ടായത്. ഓഫീസിന്റെ ജനൽ ചില്ലകൾ തകരുകയും വാർത്താമുറിക്കുള്ളിൽ കല്ലുകൾ പതിക്കുകയും ചെയ്തു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മാധ്യമങ്ങൾക്കെതിരെ തുടർച്ചയായി നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങളുടെ തുടർച്ചയാണ് ഈ ആക്രമണം. പത്രത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം എഡിറ്റർ ജയേന്ദ്ര ബർവെ രാഷ്ട്രീയമായും ഭൗതികമായും ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും സംഭവത്തെ നിസ്സാരമായി കാണാനാവില്ലെന്നും മാധ്യമങ്ങളെ ഭയപ്പെടുത്താനുള്ള നീക്കമാണിതെന്നും മാനേജ്മെന്റ് ആരോപിച്ചു. കർണാടകയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അജ്ഞാത സംഘം വീട്ടിൽ കയറി കൊലപ്പെടുത്തി. ധാർവാഡ് സ്വദേശിയായ ഫൈറോസ് പടാനാണ് കൊല്ലപ്പെട്ടത്. വീടിന്റെ വാതിൽക്കൽ നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഫൈറോസിനെ പിന്നിൽ ഒരു സംഘം ആളുകൾ വയറിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഫൈറോസിനെ കുത്തിവീഴ്ത്തിയ ശേഷം അക്രമി സംഘം പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ധാർവാഡ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയിരുന്നു ഫൈറോസ്. വീടിനുള്ളിലെ കിടപ്പുമുറിയുടെ തറയിൽ നിന്നാണ് ഫൈറോസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അന്താരാഷ്ട്ര വാണിജ്യ ഇടനാഴിയായ ഹോർമുസിൽ വൻ പ്രതിസന്ധി. സ്ഥാപിച്ചിരിക്കുന്ന മൈനുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഹോർമുസ് പൂർണ്ണമായും തുറക്കുക പ്രയാസകരമെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമാബാദിൽ നടക്കുന്ന സമാധാന ചർച്ചയെ ഇത് ബാധിച്ചേക്കുമെന്നാണ് സൂചന. എവിടെയൊക്കെയാണ് മൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഇറാൻ ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. പശ്ചിമ അഫ്ഗാനിസ്ഥാനിലെ ഹറാത്ത് പ്രവിശ്യയിലുണ്ടായ വെടിവയ്പിൽ സ്ത്രീകളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. ഹറാത്തിലെ എൻജിൽ ജില്ലയിലുള്ള ദഹ്മഹിരി ഗ്രാമത്തിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. മോട്ടോർ സൈക്കിളിലെത്തിയ അജ്ഞാതരായ തോക്കുധാരികൾ വിനോദയാത്രയ്ക്ക് എത്തിയവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് കടന്ന് ആദ്യ ഇന്ത്യൻ കപ്പൽ ജാഗ് വിക്രം എന്ന LPG ടാങ്കറാണ് വെള്ളിയാഴ്ച രാത്രിയോടെ കടലിടുക്ക് പിന്നിട്ടത്. സംഘർഷത്തെ തുടർന്ന് ഒരാഴ്ചയിലധികമായി പേർഷ്യൻ ഗൾഫിൽ കാത്തുനിന്ന ശേഷമാണ് കപ്പൽ യാത്ര തുടർന്നത്. ശനിയാഴ്ച ഉച്ചയോടെ കപ്പൽ ഒമാൻ ഉൾക്കടലിൽ എത്തിച്ചേർന്നു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ YouTube ചാനലുകൾ സന്ദർശിക്കുക.